പൗരത്വ ഭേദഗതി നിയമം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കാനൊരുങ്ങി ഇടതുമുന്നണി. എൻഡിഎക്ക് ലഭിക്കാനിടയുള്ള വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാനുള്ള തന്ത്രമാണ് എൽഡിഎഫ് പയറ്റുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് 2,90,000-ലധികം വോട്ട് നേടാൻ സഹായകരമായത് ശബരിമല യുവതീ പ്രവേശന വിഷയമായിരുന്നു. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അന്ന് ഒന്നാമതെത്തുകയും ചെയ്തു. 2019 എൽ.ഡി.എഫിന് ലഭിക്കേണ്ട ഒരു വലിയ വിഭാഗം വോട്ടുകൾ എൻ.ഡി.എയിലേക്ക് പോയി. ഹൈന്ദവ മതസമുദായങ്ങളുടെ വോട്ടുകൾ ഇക്കുറി കൂടുതലായി എൻ.ഡി.എക്ക് ലഭിക്കാൻ പൗരത്വ ഭേദഗതി ബിൽ സഹായകരമാകുമോ എന്ന ആശങ്കയും ഇടതുമുന്നണിക്കുണ്ട്. മണ്ഡലത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ക്യാമ്പയിൻ ശക്തമാക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. വിഷയത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മറുപടി നൽകാൻ താൽപ്പര്യമില്ലെന്നും കേരളത്തിൽ 12% മാത്രം പിന്തുണയുള്ള ബി.ജെ.പിക്ക് തനിച്ച് നിയമം നടപ്പാക്കാൻ കഴിയില്ലെന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് വ്യക്തമാക്കി. ഇയാൾ നടപ്പാക്കാൻ പോകുന്നു. കേരളത്തിൽ 12% പിന്തുണയുള്ള പാർട്ടി കേരളത്തിൽ അങ്ങ് തനിച്ച് നടപ്പാക്കാൻ പോകുന്നത്. കേരളം മാത്രമല്ലെന്ന് DMPക്ക് നടപ്പാക്കില്ല, നടപ്പാക്കാൻ ചെല്ലവിടെ തമിഴ്നാട്ടില്. പൗരത്വ ഭേദഗതി നിയമം ചൂണ്ടിക്കാട്ടി UDF-നെ പ്രതിരോധിക്കാനും LDF ശ്രമിക്കുന്നു. കേരളത്തിൽ CAക്കെതിരായിട്ട് പ്രമേയം പാസാക്കി ഒരുമിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞു പോയ UDF ആ നയം തിരുത്തി ഇതിനെതിരായിട്ട് ഒരുമിച്ച് സമരത്തിന് തയ്യാറുണ്ടോ? UDF നിലപാട് വ്യക്തമാക്കട്ടെ എന്ന്. അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകത്തിലും പൗരത്വ രജിസ്റ്ററും CAയും നടപ്പാക്കൂല്ലേ എന്ന് വ്യക്തമാക്കണം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരിൽ 10% താഴെയാണ് മുസ്ലിം മതവിഭാഗത്തിലെ വോട്ടർമാർ. 45% ക്രൈസ്തവ വിഭാഗക്കാരായ വോട്ടർമാരാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.